വള്ളികുന്നം ചൂനാട്ട് നിർമ്മിക്കുന്ന ഓടയുടെ അശാസ്ത്രീയതയ്ക്കും കാലതാമസത്തിനും പരിഹാരം കാണുമെന്ന് MS അരുൺകുമാർ MLA. ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ MLA സ്ഥലം സന്ദർശിച്ചു. വള്ളികുന്നം ചൂനാട്ട് നടക്കുന്ന ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് പരിഹാരം കാണുമെന്ന് MS അരുൺകുമാർ MLA പറഞ്ഞു. നിർമ്മാണത്തിലെ കാലതാമസവും പരിഹരിക്കും. ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് MS അരുൺകുമാർ MLA സ്ഥലത്തെത്തിയത്. തുടർന്ന് വ്യാപാരികളുമായി ഉൾപ്പെടെ അദ്ദേഹം വിഷയം ചർച്ച ചെയ്തു. ചൂനാട്ട് പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളും നമ്മുടെ മെമ്പറും ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഇവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പറഞ്ഞു. മുൻകാലങ്ങളിലുള്ള ഓടയെന്ന് പറയുന്ന അധികം താഴ്ചയില്ലാതെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോടെല്ലാം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 30 വർഷത്തിലധികം പഴക്കമുള്ള ഓടയും ആ കാലഘട്ടത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം താഴ്ചയിലാണ് ഓടയും കൽവർട്ടും എല്ലാം നിൽക്കുന്നത്. ഇപ്പം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കൽവർട്ട് നിൽക്കുന്നത് ഈ റോഡിനേക്കാളും ഏതാണ്ട് ഒരു 5 അടിയോളം താഴെയായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ക്രോസ് കൽവർട്ട് പൊളിച്ച് പുതിയ ക്രോസ് കൽവർട്ട് പണിയുക എന്നുള്ളതാണ് ഇതിനകത്ത് ശാശ്വതമായ സൊല്യൂഷൻ. ആ ക്രോസ് കൽവർട്ടിനകത്തേക്ക് ഒരാളെ കയറ്റി മണ്ണ് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. മാക്സിമം അതിനകത്തുനിന്ന് മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ നോക്കിയ സമയത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന ഒരു നാരോ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ അവിടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നടുക്കത്തെ കൽവർട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. പുതിയ നിലയിലേക്ക് അത് ഉയർത്തി പണിഞ്ഞ് കുറേ കൂടി വീതി കൂട്ടി അത് പണിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ കണ്ടതാണ്, നമ്മൾ ഈ ഓടയ്ക്ക് വേണ്ടി ഇത് പൊളിക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അതിന് ഫണ്ട് അനുവദിച്ച് ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കും. ഓട നിർമ്മാണം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് MLA സ്ഥലത്തെത്തി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.